ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് NCERTയിലെ ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്, ജോഗ്രഫിയിൽ വരുന്നതാണ്. ആൻഡ് മെയിനായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൂപ്രകൃതിയുടെ ഘടന, അതുപോലെ തന്നെ ഭൂപ്രകൃതിയുടെ പല പല വിഭാഗങ്ങൾ, ഹിമാലയം, ഉപദ്വീപീയ നീർത്തടങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ ഫ്രണ്ട്സിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണപ്പെടും വിധമുള്ള ഭൗമഘടനയും ഭൂരൂപീകരണ പ്രക്രിയകളും രൂപപ്പെട്ടത് പ്രധാനമായിട്ടും അന്തർജന്യവും ബാഹ്യജന്യവുമായ ഭൗമ പ്രക്രിയകളുടെയും പാർശ്വഫലക ചലനങ്ങളുടെയും പരസ്പര പ്രവർത്തനത്തിലൂടെയാണ്. സോ എങ്ങനെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ന് കാണും വിധമുള്ള ഭൗമഘടനയും രൂപീകരണവും ഒക്കെ വന്നിട്ടുള്ളത്? അത് അന്തർജന്യവും ബാഹ്യജന്യവുമായിട്ടുള്ള ഭൗമ പ്രക്രിയകളുടെയും അതുപോലെ തന്നെ പാർശ്വഫലക ചലനങ്ങളുടെയും എല്ലാം പരസ്പര പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇനി ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 3 ഭൗമ വിഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിലാണ് നമ്മളെ ഇന്ത്യനെ 3ആയിട്ട് തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതാണ് ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താണ് ഉപദ്വീപീയ ഖണ്ഡം, ഹിമാലയവും മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങളും, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലവും. അങ്ങനെ 3ആയിട്ടാണ് ഭൗമഘടനയുടെയും ഭൂരൂപവൽക്കരണ പ്രക്രിയകളുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഉപദ്വീപീയ ഖണ്ഡത്തിനെ കുറിച്ച് നോക്കാം. ഉപദ്വീപീയ ഖണ്ഡം എന്ന് പറഞ്ഞാൽ പെനിൻസുല ബ്ലോക്ക് എന്ന് പറയും. ഓക്കെ, ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതൽ ആരംഭിക്കുന്ന ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിര് യമുന, ഗംഗാ നദികൾക്ക് ഏതാണ്ട് സമാന്തരമായി രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗാ ഡെൽറ്റ വരെയും ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നു. കുറച്ച് വലിയ സെൻറ്റൻസ് ആണ്, നമുക്ക് ഡിവൈഡ് ചെയ്ത് പഠിക്കാം. എങ്ങനെയാണ്? ഡൽഹിക്ക് സമീപം ആരവല്ലി പർവ്വതത്തിൻ്റെ വടക്കേ അറ്റത്ത് കച്ച് മുതൽ, അപ്പം എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? കച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? കച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിര്, ഓക്കെ, ഈ ഒരു ഉപദ്വീപീയ ഖണ്ഡത്തിൻ്റെ വടക്കൻ അതിര് എന്ന് പറയുന്നത് യമുന അതുപോലെ തന്നെ ഗംഗാ നദികൾക്ക് സമാന്തരമായിട്ടാണ് പോകുന്നത്. ഓക്കെ, യമുന, ഗംഗാ നദികൾക്ക് സമാന്തരമായിട്ടാണ് ഉപദ്വീപീയ ഖണ്ഡം പോകുന്നത്. ആൻഡ് ഇത് ഇങ്ങനെ പോയി രാജ്മഹൽ കുന്നുകൾ വരെ, ഓക്കെ, രാജ്മഹൽ കുന്നുകൾ വരെയും ഗംഗാ ഡെൽറ്റ വരെയും, ഓക്കെ, ഗംഗാ ഡെൽറ്റ വരെയും ഇത് എത്തുന്നുണ്ട്. ഓക്കെ, കച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഗംഗാ യമുന നദികൾക്ക് സമാന്തരമായിട്ട് ഒഴുകി രാജ്മഹൽ കുന്നുകൾ വരെയും അവിടുന്ന് ഗംഗാ ഡെൽറ്റ വരെയും ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ ഉപദ്വീപീയ ഖണ്ഡം എന്ന് പറയുന്നത്. കൂടാതെ പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്ക് മേഘാലയ പീഠഭൂമിയും കർബി അങ്ലോങ് പീഠഭൂമിയും ഈ ഭൂഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അപ്പം ഏതൊക്കെയാണ്? പടിഞ്ഞാറ് രാജസ്ഥാനും വടക്ക് കിഴക്കൻ ഹിമാലയ പീഠഭൂമിയും കർബി അർലോങ് പീഠഭൂമിയും ഈ ഭൂഭാഗത്തിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? തുടർച്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശ തടം ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്നു. ഓക്കെ, എന്താണ്? വടക്ക് കിഴക്കൻ ഭാഗത്തെ പശ്ചിമ ബംഗാളിലെ മാൾഡ ഭ്രംശ തടം എന്ത് ചെയ്യുന്നുണ്ട്? അത് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിൽ നിന്നും ഈ ഒരു നമ്മുടെ ഉപദ്വീപീയ ഖണ്ഡത്തിനെ വേർതിരിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ മരുഭൂമിയും മരുസമാന ഭൂപ്രദേശങ്ങളും ഈ ഭൂഭാഗവുമായിട്ട് കൂടിച്ചേർന്ന് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ ഖണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞത്. വളരെ പഴക്കമുള്ള ഗ്രാനൈറ്റും നൈസും ചേർന്നാണ് ഉപദ്വീപ് പ്രധാനമായിട്ടും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം ഏതൊക്കെ ചേർന്നിട്ടാണ്? ഗ്രാനൈറ്റ്, നൈസ്. ഓക്കെ, ഗ്രാനൈറ്റും നൈസും ചേർന്നിട്ടാണ് ഈ ഒരു ഉപദ്വീപ് രൂപപ്പെട്ടിട്ടുള്ളത്. കാംബ്രിയൻ കാലഘട്ടം മുതൽ ഉപദ്വീപ് ഒരു ദൃഢമായ ശിലാഖണ്ഡമായിട്ട് ഉയർന്നു നിൽക്കുന്നു. ഏത് കാലഘട്ടം മുതലാണ്? കാംബ്രി കാലഘട്ടം. പടിഞ്ഞാറൻ തീരപ്രദേശത്തെ ചില ഭാഗങ്ങൾ കടലിൽ താഴ്ന്നു പോയതും മറ്റ് ചില പ്രദേശങ്ങൾ യഥാർത്ഥ അടിത്തറയെ ബാധിക്കാതെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമായതുമാണ് ഇതിന് അപവാദമായത്. ഇൻഡോ ഓസ്ട്രിയൻ ഫലകത്തിൻ്റെ ഭാഗമായതിനാൽ ഇവ വിവിധ ലംബതല ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശത്തിനും വിധേയമായി. ഏത് ഉപദ്വീപീയ ഖണ്ഡമാണ് കേട്ടോ. എന്തിനൊക്കെ കാരണമാണ്? ഇൻഡോ ഓസ്ട്രിയൻ ഫലകത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ എന്തിനൊക്കെ കാരണമായി? ലംബതല ചലനങ്ങൾക്കും ശിലാഖണ്ഡ ഭ്രംശത്തിനും കാരണമായി. സത്പുര ഖണ്ഡപർവ്വതവും മഹാനദി, താപ്തി, നർമ്മദ എന്നീ നദികളുടെ ഭ്രംശതാഴ്വരകളും ഇതിന് ഉദാഹരണമാണ്. ആരവല്ലി കുന്നുകൾ, നല്ലമലൈ കുന്നുകൾ, ജാവടി കുന്നുകൾ, വേളിക്കൊണ്ട കുന്നുകൾ, പൽക്കൊണ്ട നിര, മഹേന്ദ്രഗിരി കുന്നുകൾ തുടങ്ങിയ അവശിഷ്ട പർവ്വതങ്ങൾ ഉൾപ്പെടുന്നത് എവിടെയാണ്? ഉപദ്വീപീയ ഖണ്ഡത്തിലാണ്. അപ്പോൾ ഉപദ്വീപീയ ഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതൊക്കെയാണ്? ആരവല്ലി കുന്നുകളുണ്ട്, നല്ലമലയുണ്ട്, ജാവടി, വേളിക്കൊണ്ട, പൽക്കൊണ്ട, മഹേന്ദ്രഗിരി കുന്നുകൾ. ഈ പ്രദേശത്തെ നദീ താഴ്വരകൾ ആഴം കുറഞ്ഞതും നേരിയ ചെരിവോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ നദീ താഴ്വരകൾ എങ്ങനെയാണ്? ആഴം കുറവാണ്, നേരിയ ചെരിവുള്ളതുമാണ്. ഓക്കെ, ക്ലിയർ ആണേ?
നെക്സ്റ്റ്, കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ അധികവും ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നതിന് മുൻപായിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ഡെൽറ്റകൾ നിർമ്മിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഗംഗാ ഡെൽറ്റ വരെയാണ് അത് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പം കിഴക്കോട്ട് ഒഴുകുന്ന സമയത്ത് ബംഗാളിൽ എത്തുന്നതിൻ്റെ മുന്നേ അവിടെ ഡെൽറ്റകളൊക്കെ അത് നിർമ്മിക്കുന്നുണ്ട്. ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി എന്നീ നദികൾ നിർമ്മിച്ചിട്ടുള്ള ഡെൽറ്റകൾ ഇതിന് ഉദാഹരണമാണ്. ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദി. ഓക്കെ, ഗോദാവരി, കാവേരി, കൃഷ്ണ, മഹാനദിയിലൊക്കെയാണ് ഡെൽറ്റകൾ അവിടെ നിർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ ഖണ്ഡത്തിനെ കുറിച്ചിട്ട്. നെക്സ്റ്റ് വണ്ണായിരുന്നു ഏത്? ഹിമാലയവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളും എന്ന് പറയുന്നത്. അതെന്താണ്? ദൃഢവും സ്ഥിരവുമായിട്ടുള്ള ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വിഭിന്നമായി, ഓക്കെ, അതിൽ നിന്നും കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഹിമാലയ പർവ്വതവും മറ്റു ഉപദ്വീപീയ പർവ്വതങ്ങളുമുണ്ട്. ഓക്കെ, അവയുടെ ഭൗമഘടനയിൽ താരതമ്യേന പ്രായം കുറഞ്ഞതും കാഠിന്യം കുറഞ്ഞതും മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. അതിനെന്താണ്? പ്രായം കുറവാണ്, കാഠിന്യം കുറവായിട്ടുള്ള കാര്യങ്ങളാണ് ഹിമാലയ ഈ ഒരു മറ്റ് ഉപദ്വീപീയ പർവ്വതങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നത്. ഇവ ഇപ്പോഴും അന്തർജന്യവും ബാഹ്യജന്യവുമായിട്ടുള്ള ബലങ്ങളുടെ പരസ്പര പ്രവർത്തനങ്ങൾക്ക് വിധേയമാവുകയും ഭ്രംശം, വലനം, സമ്മർദ്ദതലം എന്നിവയുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ പർവ്വത പ്രദേശങ്ങൾ ടെക്ടോണിക് ജന്യങ്ങളാണ്. അതായത് ടെക്ടോണിക് ജന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂചലനങ്ങൾക്കും അതിനൊക്കെ ആപ്റ്റായില്ല അതിനൊക്കെ കാരണമാവാവുന്ന സ്ഥലങ്ങളാണ് ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ടെക്ടോണിക് ജന്യങ്ങൾ എന്ന് പറയുന്നത്. യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിൽ ഒഴുകുന്നതുമായിട്ടുള്ള നദികൾ ഈ പർവ്വതങ്ങളിൽ മുറിച്ച് കൊണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഈ പർവ്വതങ്ങളെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നുണ്ട്. യുവത്വഘട്ടത്തിലുള്ളതും ദ്രുതഗതിയിലൊക്കെ സ്പീഡ് പോകുന്നതുമായിട്ടുള്ള നദികൾ. ഗിരികന്ധരങ്ങൾ, വിരൂപ താഴ്വരകൾ, ചെറുവെള്ളച്ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ എന്നീ നിരവധി ഭൂരൂപങ്ങൾ ഈ ഘട്ടത്തിൻ്റെ സൂചകങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞത്? ഗിരികന്ധരങ്ങളുണ്ട്, വീരൂപ താഴ്വരകളുണ്ട്, ചെറുവെള്ളച്ചാട്ടങ്ങൾ അഥവാ റാപ്പിഡ്സ് എന്ന് പറയും, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണാണ് നമ്മൾ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ മൂന്നാമത്തത് ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര നദികൾ രൂപപ്പെടുത്തിയ സമതലങ്ങളെയാണ് നമ്മൾ ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മൂന്നാമത്തെ ഭൗമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണിത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ഭൂ അഭിന്നതിയാണ്. അപ്പം എന്താണ് ഈ ഒരു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്? അതൊരു ഭൂ അഭിന്നതി അഥവാ ജിയോസിംക്ലിക്കൽ ഡിപ്രഷൻ ആണ്. ഏകദേശം 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയ പർവ്വത രൂപീകരണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിക്കുന്നത്. അപ്പം ഈ ഒരു സമതലം ഉണ്ടാകുന്നത് ഏത് സമയത്താണ്? ഏകദേശം 64 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഹിമാലയ പർവ്വത രൂപീകരണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇത് പൂർണ്ണ വികാസം പ്രാപിക്കുന്നത്. ഈ കാലം മുതൽ തന്നെ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ സാവധാനം ഇതിൽ നിറയാൻ തുടങ്ങി. ഈ സമതലങ്ങളിലെ അവസാദ നിക്ഷേപങ്ങളുടെ കനം എന്ന് പറയുന്നത് 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. അപ്പം എവിടെ നിന്നൊക്കെയാണ് ഇവിടേക്ക് അവസാദങ്ങൾ വന്ന് കൊണ്ടത്? അത് ഹിമാലയൻ നദികളിൽ നിന്നും അതുപോലെ തന്നെ ഉപദ്വീപീയ നദികളിൽ നിന്നുമാണ് ഇവിടേക്ക് അവസാദങ്ങൾ മെല്ലെ മെല്ലെ നിറയാൻ തുടങ്ങിയത്. അങ്ങനെ വന്ന് ഏകദേശം 1000 to 2000 മീറ്റർ വരെ ഉയരത്തിൽ ഇവിടെ നമുക്ക് അവസാദ നിക്ഷേപം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ്. അപ്പം ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി എന്നത് ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലമാണ്. അപ്പം എന്തൊക്കെയാണ്? ഘടന, ഭൗമ പ്രക്രിയകൾ, പരിണാമഘട്ടങ്ങൾ എന്നിവയുടെ അന്തിമ ഫലത്തിൽ നമ്മൾ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഭൗതിക ഘടകങ്ങളിലുള്ള വൈവിധ്യമാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷത. ഇന്ത്യയുടെ വടക്ക് വിവിധ കൊടുമുടികളും മനോഹരമായിട്ടുള്ള താഴ്വരകളും ആഴമേറിയ ഗിരികന്ധരങ്ങളും അടങ്ങുന്ന നിരയായിട്ടുള്ള പർവ്വതനിരകൾ ഉൾപ്പെടുന്ന നിമ്നോന്നതമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം വടക്ക് ഭാഗത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്? കൊടുമുടികളുണ്ട്, മനോഹരമായിട്ടുള്ള താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വടക്ക് ഭാഗത്ത് കാണാൻ പറ്റുന്നത്. ഇനി തെക്ക് ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വൻതോതിൽ മുറിക്കപ്പെട്ട പീഠഭൂമികൾ, അപരദനത്തിന് വിധേയമായിട്ടുള്ള ശിലകൾ, ചെങ്കുത്തായിട്ടുള്ള ചെരിവിടങ്ങളുടെ നിര എന്നിവ ഉൾപ്പെടുന്ന പീഠഭൂമികളാണ് നമുക്ക് മെയിനായിട്ടും എവിടെ കാണാൻ വേണ്ടി? സൗത്ത് അഥവാ തെക്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആൻഡ് ഇവ രണ്ടിനും മധ്യേ വിശാലമായിട്ടുള്ള ഉത്തരേന്ത്യൻ സമതലം, ഓക്കെ, നോർത്തിനും സൗത്തിനും ഇടയിലായിട്ട് എന്തുണ്ട്? വിശാലമായിട്ടുള്ള ഉത്തരേന്ത്യൻ സമതലവും സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ
ഇത്തരത്തിൽ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ താഴെ പറയുന്ന ഭൂപ്രകൃതി വിഭാഗത്തെ നമുക്ക് എത്രയാക്കി 6 ആയിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. നേരത്തെ നമ്മളെ 3 ആയിട്ട് തിരിച്ച് എന്താണ്, ഭൂമിയുടെ ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ടായത്. ഉപദ്വീപീയ ഖണ്ഡം, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചത് ഭൂമിയുടെ ഘടനയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെയാണ്, ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 6 ആയിട്ട് തരംതിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് വടക്കിഴക്കൻ പർവ്വതങ്ങൾ, വടക്കൻ സമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലം, ദ്വീപുകൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ. ഹിമാലയ പർവ്വതവും വടക്ക് കിഴക്കൻ കുന്നുകളുമാണ് വടക്ക് കിഴക്കൻ പർവ്വതങ്ങളിൽ ഉൾപ്പെടുന്നത്. അപ്പം എന്തൊക്കെ വരുന്നുണ്ട്? ഹിമാലയം വരുന്നുണ്ട്, വടക്ക് കിഴക്കൻ കുന്നുകളും വരുന്നുണ്ട്. സമാന്തരമായിട്ടുള്ള പർവ്വതങ്ങളുടെ നിരയാണ് ഹിമാലയത്തിലുള്ളത്. ഗ്രേറ്റ് ഹിമാലയവും ട്രാൻസ് ഹിമാലയ നിരയും ഉൾപ്പെടെ ഗ്രേറ്റർ ഹിമാലയ പർവ്വതനിര, മധ്യ ഹിമാലയം, സിവാലിക് എന്നിവയാണ് പ്രധാന പർവ്വതനിരകൾ. ഓക്കെ, ഇവിടെ കാണുന്ന പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഗ്രേറ്റർ ഹിമാലയൻ പർവ്വതനിര, മധ്യ ഹിമാലയം, സിവാലിക്. വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ പർവ്വതനിരകളുടെ പൊതുവായിട്ടുള്ള ക്രമീകരണം. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്കോട്ടാണ്. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് നിന്നും തെക്ക് കിഴക്ക് ദിശയിലേക്കാണ് ഈ ഒരു പർവ്വതനിരയുടെ പൊതുവായിട്ടുള്ള ക്രമീകരണം എന്ന് പറയുന്നത്. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഡാർജിലിംഗ്, സിക്കിം പ്രദേശങ്ങളിൽ ഹിമാലയം എവിടെയാണ് കാണപ്പെടുന്നത്? കിഴക്ക് പടിഞ്ഞാറ്. ഓക്കെ, കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഹിമാലയം അവിടെ കാണപ്പെടുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശിൽ ഇവ തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറായിട്ടാണ് ഹിമാലയം എവിടെ കാണപ്പെടുന്നത്? അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്നത്. ഈ 2 ഡിഫറൻസസ് നോക്കി വയ്ക്കാം. നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ അവ വടക്ക് തെക്കായിട്ട് കാണപ്പെടുന്നു. ഓക്കെ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ ഇതെങ്ങനെയാണ് കാണപ്പെടുന്നത്? വടക്ക് തെക്കായിട്ട്. ഓക്കെ, വടക്ക് തെക്കായിട്ടാണ് അത് കാണപ്പെടുന്നത്. മധ്യനിര എന്നറിയപ്പെടുന്ന ഗ്രേറ്റ് ഹിമാലയ പർവ്വതനിരയ്ക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം 2500 കിലോമീറ്റർ നീളവും വടക്ക് നിന്നും തെക്കോട്ട് 160 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. അപ്പം ഗ്രേറ്റ് പർവ്വതനിരയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഗ്രേറ്റ് പർവ്വതനിരയ്ക്ക് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഏകദേശം 2500 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവിടുന്ന് വടക്ക് നിന്നും തെക്കോട്ട് 160 to 400 കിലോമീറ്റേഴ്സ് വരെയാണുള്ളത്. ഓക്കെ, ഹിമാലയത്തിൽ തന്നെ വലിയ തോതിൽ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട്. ഭൂപ്രകൃതി, പർവ്വതനിരയുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഭൂപ്രകൃതി, പർവ്വതനിരയുടെ ക്രമീകരണം, ഭൂരൂപങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തു? 5 ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, ഹിമാചൽ, ഉത്തരാഖണ്ഡ് ഹിമാലയം, ഡാർജിലിംഗ്, സിക്കിം ഹിമാലയം, അരുണാചൽ ഹിമാലയം, കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. അങ്ങനെയാണ് നമ്മൾ ഹിമാലയത്തിന് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആണ് കശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. കാറക്കോറം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയും? ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അത് എവിടെയാണ് ഉൾപ്പെടുന്നത്? അത് ഈ ഒരു കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത്. കാശ്മീർ ഹിമാലയത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം. ഓക്കെ, വടക്ക് കിഴക്ക് ഭാഗം ഒരു ശീത മരുഭൂമിയാണ്. ഓക്കെ, വടക്ക് കിഴക്ക് ഭാഗം എന്താണ്? ഒരു ശീത മരുഭൂമിയാണ്. അത് ഗ്രേറ്റർ ഹിമാലയത്തിനും കാറക്കോറം പർവ്വതനിരയ്ക്ക് ഇടയിലുമായിട്ടാണ് ഉള്ളത്. ലോക പ്രശസ്തമായ കാശ്മീർ താഴ്വരയും ദാൽ തടാകവും ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപ്പാഞ്ചലിനും ഇടയിലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? അത് കാശ്മീർ ഹിമാലയവും അതുപോലെ തന്നെ ദാൽ തടാകവും കേട്ടോ. കാശ്മീർ ഹിമാലയവും ദാൽ തടാകവുമാണ് ഇതിൻ്റെ രണ്ടിലും ഗ്രേറ്റ് ഹിമാലയത്തിനും പീർപ്പാഞ്ചലിനും ഇടയിലായിട്ട് കാണപ്പെടുന്നത്. ദക്ഷിണേഷ്യയിലെ പ്രധാനപ്പെട്ട ഹിമാനികളായിട്ടുള്ള സിയാച്ചിൻ, ബോൾത്താരോ കാണപ്പെടുന്നതും കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലാണ്. ഓക്കെ, ഏതൊക്കെയാണ്? സിയാച്ചിനും ബോൾത്താരോയും. കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കരേവ മണ്ണിനം കാണപ്പെടുന്ന പ്രദേശമാണ് കാശ്മീർ ഹിമാലയം. ഗ്രേറ്റ് ഹിമാലയത്തിൽ സോജില, പീർപ്പാഞ്ചലിലെ ബനിഹാൽ ചുരം, സസ്കർ പർവ്വതനിരയിലെ ഫോർട്ടുല ചുരം, ലഡാക്ക് മലനിരയിലെ കർദുങ്ല ചുരം ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ചുരങ്ങളാണ്. ഓക്കെ, എത്ര ചുരങ്ങളാണുള്ളത്? 4 പ്രധാനപ്പെട്ടുള്ള ചുരങ്ങളാണുള്ളത്. സോജില, ബനിഹാൾ, ഫോർട്ടുല, കർദുങ്ല പാസസ്. ഓക്കെ, ദാൽ, വോളാർ എന്നീ ശുദ്ധജല തടാകങ്ങളും പാംലോങ്സോ, സോ മൊരീരി എന്നീ ലവണജല തടാകങ്ങളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ചിനാബ്, ചെലം എന്നിവയുമാണ് കശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള നദികൾ. ഓക്കെ, ഏതൊക്കെയാണ്? സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള ചിനാബും ചെലവും.
പ്രധാന തീർത്ഥാടക കേന്ദ്രങ്ങളായിട്ടുള്ള വൈഷ്ണോ ദേവി, അമർനാഥ് ഗുഹ, ചരാർ ഇ ഷെറീഫ് തുടങ്ങിയവ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം കശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കാറക്കോറം, ലഡാക്ക്, സസ്കർ, പീർപാഞ്ചൽ ഇതെല്ലാം കശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കശ്മീർ താഴ്വരയും ദാൽ തടാകവും എല്ലാം കാണപ്പെടുന്നുണ്ട്. സിയാച്ചിനും ബോൽത്താരവും വരുന്നു. കുങ്കുമപ്പൂ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കരേവ മണ്ണിനം കാണപ്പെടുന്നത് അത് കശ്മീർ ഹിമാലയത്തിലാണ്. ആൻഡ് കശ്മീർ ഹിമാലയത്തിലെ മെയിൻ ആയിട്ടുള്ള ചുരങ്ങളാണ് സോജില ചുരം, ബനിഹാൽ ചുരം, അതുപോലെ ഫോർട്ടുല, കർദുംഗ്ല പാസസ് ഒക്കെ. ആൻഡ് 2 ശുദ്ധജല തടാകങ്ങൾ ഇവിടെ വരുന്നുണ്ട്, ദാൽ തടാകവും വൂളാർ തടാകവും. 2 ലവണജല തടാകങ്ങൾ ഇവിടെ വരുന്നുണ്ട്, പാംദോങ് സോയും അതുപോലെ തന്നെ സോമൊരീരിയും. ആൻഡ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള നദികൾ എന്ന് പറയുന്നത് സിന്ധു നദിയും ചിനാബും ചെലവുമാണ്. ആൻഡ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള തീർത്ഥാടക കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വൈഷ്ണോ ദേവി, അമർനാഥ് ഗുഹ, ചറാറി ഷെറീഫ് തുടങ്ങിയവയാണ്. ആൻഡ് ഇവിടെ കരേവ മണ്ണിനെ കുറിച്ചിട്ടും ഇവിടെ ഒരു പറയുന്നുണ്ട്. ഹിമാനി നിക്ഷേപണ ഭൂരൂപമായിട്ടുള്ള മൊറൈനുകളോടൊപ്പമുള്ള ഹിമാനി കളിമണ്ണും മറ്റു വസ്തുക്കളുമായി ചേർന്ന് രൂപപ്പെടുന്ന കനമേറിയ നിക്ഷേപത്തിനെയാണ് നമ്മൾ കരേവ മണ്ണെന്ന് പറയുന്നത്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരമായ ശ്രീനഗർ ചലം യുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ശ്രീനഗർ ഏത് നദീതീരത്താണ്? ചലം നദീതീരത്താണ്. കശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന ചലം നദി യുവത്വഘട്ടത്തിലാണെങ്കിൽ പോലും വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു വിശാലമായിട്ടുള്ള തടാകത്തിന്റെ ഭാഗമായ ഇന്നത്തെ ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പായി പ്രവർത്തിക്കുന്നത് കാരണമാണ് കശ്മീർ താഴ്വരയിൽ ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പം എന്തുകൊണ്ട് വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചലം നദി അതിന് കാരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് ഡ്യൂണുകൾ കശ്മീർ ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് നമുക്ക് ഡ്യൂൺസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദൈർഘ്യമേറിയ താഴ്വരകൾ കാണപ്പെടുന്നുണ്ട്. ജമ്മു ഡ്യൂൺ, പത്താൻകോട്ട് ഡ്യൂണ് ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? അത് കശ്മീർ ഹിമാലയത്തിലാണ്. നെക്സ്റ്റ് വണ്ണാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓക്കെ, പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ടാണ് ഈ ഒരു ഭൂവിഭാഗം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിൽ രവി നദിക്കും അതുപോലെ തന്നെ കിഴക്ക് കാളി നദി. ഓക്കെ, പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായിട്ടാണ് നമുക്ക് എന്ത് കാണപ്പെടുന്നത്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം കാണപ്പെടുന്നത്. സിന്ധു, ഗംഗ എന്നീ 2 നദീവ്യൂഹങ്ങളാണ് ഈ പ്രദേശത്തെ പ്രധാന നീരൊഴുക്കുകൾ. ഓക്കെ, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള നദികൾ? സിന്ധുവും ഗംഗയുമാണ്. സിന്ധു നദിയുടെ പോഷക നദികളായിട്ടുള്ള രവി, ബിയാസ്, സത്ലജ് എന്നിവയും ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള യമുന, ഘാഗ്ര എന്നിവയുമാണ് പ്രധാനപ്പെട്ടിട്ടുള്ള നദികൾ. അപ്പം മെയിൻ ആയിട്ടുള്ള നദീവ്യൂഹങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? അത് സിന്ധുവും ഗംഗയുമാണ്. ആൻഡ് സിന്ധുവിൻ്റെ പോഷക നദികളായിട്ടുള്ള രവി, ബിയാസ്, സത്ലജും അതുപോലെ തന്നെ ഗംഗയുടെ പോഷക നദികളായിട്ടുള്ള യമുനയും ഘാഗ്രയും ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള നദികളാണ്. ലാഹുൽ സ്പിതി ജില്ലയിലെ സ്പിതി റവന്യൂ സബ് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഹിമാചൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്ക് ഭാഗം ലഡാക്ക് ശീതമരുഭൂമിയുടെ തുടർച്ചയാണ്. അപ്പോൾ ലഡാക്ക് മരുഭൂമിയുടെ തുടർച്ചയായിട്ടുള്ള ഹിമാലയം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയാം? നമുക്ക് ഹിമാചൽ ഹിമാലയമാണെന്ന് പറയാം. വടക്ക് നിന്നും തെക്കോട്ട് ഗ്രേറ്റർ ഹിമാലയ നിര, ലെസർ ഹിമാലയം, പ്രാദേശിക ഹിമാചൽ പ്രദേശിൻ്റെ ദൗലാദർ എന്നും ഉത്തരാഖണ്ഡിലെ നാക്തിബ എന്നും അറിയപ്പെടുന്ന പ്രദേശമാണ് ലെസർ ഹിമാലയം എന്ന് പറയുന്നത്. ആൻഡ് സിവാലിക് നിര എന്നിങ്ങനെ ഹിമാലയത്തിൻ്റെ 3 പ്രധാന പർവ്വതനിരകൾ ഈ ഭാഗത്തിലും വ്യക്തമായിട്ട് കാണപ്പെടുന്നുണ്ട്. ലെസർ ഹിമാലയത്തിലെ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള ഈ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് അവരെ വളരെ ആകർഷിക്കുകയും തുടർന്ന് ഈ പ്രദേശങ്ങളിൽ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളായിട്ടുള്ള ധർമ്മശാല, മുസോറി, ഷിംല, കസോനി എന്നിവയും കണ്ടോൺമെന്റ് പട്ടങ്ങളും ഹെൽത്ത് റിസോർട്ടുകളുമായിട്ടുള്ള ഷിംല, മുസോറി, കസോളി, അൽമോറ, ലാൻഡോൺ, റാണിക്കെട്ട് എന്നിവയും അവർ വികസിപ്പിച്ചു. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു പോയത്? ലെസർ ഹിമാലയത്തിലെ 1000 മീറ്ററിനും 2000 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ എന്താക്കി? കോളനി ഭരണകാലത്ത് അവരെ ആകർഷിക്കുകയും അവരവിടെ സുഖവാസ കേന്ദ്രങ്ങളൊക്കെ കൊണ്ടുവന്നു. ഏതൊക്കെയായിരുന്നു? ധർമ്മശാല, മുസോറി, ഷിംല, കസോനി. അതേപോലെ തന്നെ കണ്ടോൺമെന്റ് പട്ടങ്ങളും ഹെൽത്ത് റിസോർട്ടുകളും ആയിട്ടുള്ള ഷിംല, മുസോറി, കസോളി, അൽമോറ, ലാൻഡ്സ്റ്റോൺസ്, റാണിക്കെറ്റ് എല്ലാം അവർ ഈ ഒരു ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയ ഭാഗത്താണ് അവർ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ശിവാലിക്കിനെ കുറിച്ച് ചെറിയൊരു കാര്യം നമുക്ക് നോക്കാം. ഡെറാഡൂണിനടുത്ത് ഷിവാവല എന്ന സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഭൗമസ്ഥലങ്ങളിൽ നിന്നുമാണ് സിവാലിക്ക് എന്ന പദം കിട്ടിയിട്ടുള്ളത്. അപ്പം എവിടെയാണ്? ഡെറാഡൂണിനടുത്ത് സിവാവല എന്ന സ്ഥലത്തിൽ ആ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് സിവാലിക് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ രാജകീയ സർവേയുടെ ആസ്ഥാനമായിരുന്ന ഡെറാഡൂൺ പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സർവേ വിഭാഗമായിട്ടുള്ള സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമായി മാറി. നമുക്കറിയാമല്ലേ, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എപ്പോഴും ഏതാണ്? സോയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഏതാണ്? അത് ഡെറാഡൂൺ ആണ്. ഓക്കെ, ഇനി
ബാക്കി നോക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തിലെ 2 ഭൂപ്രകൃതി സവിശേഷതകളാണ് സിവാലിക്കുകളും ഡ്യൂണുകളും. ഡ്യൂണുകൾ നമ്മൾ ഇതിൻ്റെയും നമ്മളുടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഹിമാലയത്തിൻ്റെയും അവസാന ഭാഗത്ത് കുറച്ചൊക്കെ നമുക്ക് ഡ്യൂണുകൾ കാണാൻ പറ്റി. പത്താൻകോട്ട് ഡ്യൂണും കാര്യങ്ങളൊക്കെ അന്ന് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ മെയിനായിട്ടും കാണപ്പെടുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് സിവാലിക്സും അതുപോലെ തന്നെ ഡ്യൂണുകളുമാണ്. ഈ പ്രദേശത്തെ പ്രധാന ഡ്യൂൺസാണ് ചണ്ഡീഗഡ് കൽക്ക ഡ്യൂൺ, നാലാഘട്ട് ഡ്യൂൺ, ഡെറാഡൂൺ, ഹറിക്കെ ഡ്യൂൺ, കോട്ട ഡ്യൂൺ. ഇതിൽ നമുക്കൊരു ഡെറാഡൂൺ ഒഴികെ ബാക്കി എല്ലാവരും കുറച്ച് പുതിയ ആൾക്കാരായിരിക്കും, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഇവരൊക്കെ ഏതിലാണ് വരുന്നത്? ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയത്തിലാണ് വരുന്നത്. ഇവയിലെ ഏറ്റവും വലിയ ഡ്യൂണായിട്ടുള്ള ഡെറാഡൂണിന് ഏകദേശം 35 മുതൽ 45 കിലോമീറ്റർ വരെ നീളവും 22 മുതൽ 25 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. അപ്പം എത്ര നീളം? 35 to 45 വരെ നീളവും 22 to 25 വരെ വീതിയുമുള്ള ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഡെറാഡ്യൂൺ എന്ന് പറയുന്നത്. ആൻഡ് ഏറ്റവും വലിയ ഡ്യൂണും ഏത് തന്നെയാണ്? ഡെറാഡ്യൂൺ തന്നെയാണ്. ഗ്രേറ്റ് ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ മിക്കവാറും ബോട്ടിയ ഗോത്രവർഗ്ഗക്കാരാണ് അധിവസിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ആദിവാസി വർഗ്ഗം അല്ലെങ്കിൽ ഗോത്രവർഗ്ഗം ഏതാണ്? അത് ബോട്ടിയ ഗോത്രവർഗ്ഗമാണ്. ഇവർ വേനൽ മാസങ്ങളിൽ ബുഗ്യാലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉയർന്ന പർവ്വത ചെരുവുകളിലെ വേനൽക്കാല പുൽമേടുകളെയാണ് നമ്മൾ ബുഗ്യാൽസ് എന്ന് പറയുന്നത്. ആ ഒരു ബുഗ്യാലുകളെയും ശൈത്യകാലത്ത് തിരികെ താഴ്വരയിലേക്കും ദേശാടനം നടത്തും. ഓക്കെ, ഈ ഒരു ആൾക്കാർ കേട്ടോ വേനൽക്കാലത്ത് അവർ ബുഗ്യാലിലേക്ക് പോകും, ശൈത്യകാലമാകുമ്പോൾ എന്ത് ചെയ്യും? അവർ തിരിച്ച് താഴ്വരയിലേക്ക് ദേശാടനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് പ്രശസ്തമായിട്ടുള്ള പൂക്കളുടെ താഴ്വര ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ഹേംകുണ്ട് സാഹിബ് തുടങ്ങിയ തീർത്ഥാടക കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയത്തിലാണ്. ഈ പ്രദേശം പ്രസിദ്ധമായിട്ടുള്ള പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും, അതായത് നദികളുടെ സംഗമസ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നത് ഈ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങളാണ് ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയത്തിനെ കുറിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു? പടിഞ്ഞാറ് രവി നദി മുതൽ കിഴക്ക് കാളി വരെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. സിന്ധു ഗംഗാ നദീ വ്യൂഹങ്ങളുണ്ട്. സിന്ധു നദിയുടെ രവി, ബിയാസ്, സത്ലജ് പോഷക നദികളും യമുന, ഗാഗ്ര, ഗംഗാ നദിയുടെ പോഷക നദികളാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള നദികൾ. ആൻഡ് ഇവിടെ കാണപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള പ്രദേശങ്ങൾ ധർമ്മശാല, മുസോറി, ഷിംല, കസോനി, അൽമോറ, അതുപോലെ തന്നെ കണ്ടോൺമെന്റ് പട്ടങ്ങളും ഒക്കെ കാണപ്പെടുന്നത് ഈ ഒരു പ്രദേശത്താണ്. ആൻഡ് മെയിൻ ആയിട്ടും ഇവിടുത്തെ ഭൂപ്രകൃതി സവിശേഷതകൾ എന്ന് പറയുന്നത് സിവാലിക്കും ഡ്യൂണുകളുമാണ്. കുറച്ച് ഡ്യൂണുകളുടെ പേര് നമ്മൾ പറഞ്ഞു. ഡെറാഡൂണിന്റെ നീളം എന്ന് പറയുന്നത് 35 to 45 കിലോമീറ്ററും 22 to 25 കിലോമീറ്ററാണ് അതിന്റെ വീതി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ ബോട്ടിയ വർഗ്ഗക്കാരാണ്. ആൻഡ് പൂക്കളുടെ താഴ്വര കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഹിമാലയത്തിലാണ്. ആൻഡ് തീർത്ഥാടക കേന്ദ്രങ്ങളിൽ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് എല്ലാം കാണപ്പെടുന്നതും ഈ ഒരു പ്രദേശത്ത് തന്നെയാണ്. ആൻഡ് ഈ പ്രദേശം അറിയപ്പെടുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്, പഞ്ചപ്രയാഗങ്ങളുടെ നാട്. ഓക്കെ, പഞ്ചപ്രയാഗങ്ങളുടെ പേരിലും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് ഇത്. നെക്സ്റ്റ് വണ്ണാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഭൂട്ടാൻ ഹിമാലയവും അതിലിടുന്ന ഡാർജിലിംഗ് സിക്കിം ഹിമാലയം താരതമ്യേന വിസ്തൃതി കുറഞ്ഞതാണെങ്കിലും ഹിമാലയത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അപ്പം പടിഞ്ഞാറ് ആരാണ് ഇവിടെ ഉള്ളത്? പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയം. ഓക്കെ, പടിഞ്ഞാറ് നേപ്പാൾ ഹിമാലയവും കിഴക്ക് ഏതുണ്ട്? കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം. കിഴക്ക് ഭൂട്ടാൻ ഹിമാലയത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ചെറിയ വിസ്തൃതിയുള്ള ഒരു ഭാഗം മാത്രമാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ദ്രുതഗതിയിൽ ഒഴുകുന്ന നദികളാൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് കാഞ്ചൻജംഗ പോലുള്ള ഉയരമേറിയ കൊടുമുടികളും ആഴമേറിയ താഴ്വരകളും കാണപ്പെടുന്നു. അപ്പോൾ കാഞ്ചൻജംഗ എവിടെയാണ് കാണപ്പെടുന്നത്? കാഞ്ചൻജംഗ കാണപ്പെടുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ഈ പ്രദേശത്തിലെ ഉയർന്ന ഭാഗങ്ങളിൽ ലെപ്ച ഗോത്രവർഗ്ഗക്കാരാണ്. നമ്മൾ നേരത്തെ ബോട്ടിയ കാണപ്പെടുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ്, ഹിമാചൽ ഭാഗത്താണ്, ഹിമാചൽ, ഹിമാലയത്തിലാണ്. ഇനി ലെപ്ച ഗോത്രവർഗ്ഗക്കാരെ കൂടുതലായിട്ടും അധിവസിക്കുന്നത് അത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. എന്നാൽ ഇതിൻ്റെ തെക്ക് ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഡാർജിലിംഗ് ഹിമാലയത്തിൽ നേപ്പാളികൾ, ബംഗാളികൾ, മധ്യേന്ത്യയിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാർ അങ്ങനെ സമ്മിശ്രമായിട്ടുള്ള ഒരു ജനവിഭാഗമുണ്ട്. എന്നാലും സ്പെസിഫിക് ആയി ചോദിക്കുകയാണെങ്കിൽ ലെപ്ച വിഭാഗത്തിന് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇവിടുത്തെ ഒരു ഭൗതിക പ്രത്യേകത നോക്കുകയാണെങ്കിൽ മിതമായ ചെരിവ്, ഉയർന്ന ജൈവാംശമുള്ള മണ്ണിൻ്റെ ആവരണം, മൃദുവായ ശീതകാലം, വർഷം മുഴുവൻ കൃത്യതയുള്ള മഴ ലഭ്യത തുടങ്ങിയ അനുകൂല സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് ചെയ്തിരുന്നു? തേയിലത്തോട്ടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഹിമാലയത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവയുടെയും അരുണാചൽ ഹിമാലയത്തിൻ്റെയും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകതകളിൽ ഒന്നാണ് ശിവാലിക് സ്ഥലങ്ങളുടെ അഭാവം. അപ്പം ഇവിടെ എന്ത് കാണപ്പെടുന്നില്ല? ശിവാലിക് സ്ഥലങ്ങൾ കാണപ്പെടാത്ത ഹിമാലയങ്ങളാണ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയവും. അതുപോലെ ഒന്നിനും കൂടി നമ്മളിവിടെ പറഞ്ഞിരുന്നു അരുണാചൽ ഹിമാലയം. ഒക്കെ 2 പ്രദേശങ്ങളിലും ശിവാലിക് ഫോർമേഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശിവാലിക്കിന് പകരമായിട്ട് ഇവിടെ ദ്വാർ സ്ഥലങ്ങളാണ് കാണപ്പെടുന്നത്.
അപ്പോൾ ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലും അരുണാചൽ ഹിമാലയത്തിലും കാണപ്പെടുന്നത് എന്താണ്? അത് ദ്വാർസ്തരങ്ങളാണ് കാണപ്പെടുന്നത്. ഇവയും തേയിലത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിനെ കുറിച്ചിട്ട് അത്ര കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കാഞ്ചൻജംഗ കാണപ്പെടുന്നത് ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിലാണ്. ലെപ്ച ഗോത്രവർഗ്ഗക്കാരുണ്ട്. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ കാണപ്പെടുന്നുണ്ട്. ശിവാലിക്കുകൾ അവിടെ കാണപ്പെടുന്നില്ല, പകരം അവിടെ കാണപ്പെടുന്നത് ദ്വാർസ്തരങ്ങളാണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് അരുണാചൽ ഹിമാലയം എന്ന് പറയുന്നത്. ഇവ ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ കിഴക്ക് ദിഫു ചുരം വരെയാണ്. ഓക്കെ, ഭൂട്ടാൻ ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗം മുതൽ കിഴക്ക് ദിഫു ചുരം വരെ വ്യാപിച്ചിരിക്കുന്നതാണ് അരുണാചൽ ഹിമാലയം. ഈ ഒരു ഹിമാലയങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു 9th സ്റ്റാൻഡേർഡിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ഒരു ചാപ്റ്ററിൽ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. 9th സ്റ്റാൻഡേർഡിലെ ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു ലൈറ്റർ വേർഷനാണ് ഇതിൻ്റെത്. ഇത് കുറച്ചും കൂടി ഒരു +1 +2 ആ ഒരു ലെവലായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതും ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം അത് നമ്മൾ പറഞ്ഞു അല്ലേ. ഭൂട്ടാൻ ഹിമാലയത്തിന് കിഴക്ക് മുതൽ കിഴക്കൻ ദിഫു ചുരം വരെയാണ്. പർവ്വതനിര പൊതുവെ തെക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് ദിശയിലേക്കാണ് ഈ ഒരു അരുണാചൽ ഹിമാലയം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കങ്തു, നംച പർവ എന്നിവയാണ് പ്രധാന കൊടുമുടികൾ. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന കൊടുമുടികൾ? കങ്തുവും അതുപോലെ തന്നെ നംച പർവയും. വടക്ക് നിന്നും തെക്കോട്ട് ഇവയെ മുറിച്ചുകൊണ്ടൊഴുകുന്ന വേഗതയേറിയ നദികൾ ഇവയ്ക്ക് കുറുകെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒക്കെ ആഴമേറിയ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. ബ്രഹ്മപുത്ര നദി ലംചാപർവ പർവ്വതത്തെ കീറിക്കൊണ്ട് ആഴമേറിയ ഗിരികന്ധരങ്ങളിലൂടെ ഒഴുകുന്നു. അപ്പം നംചാപർവ പർവ്വതത്തെ കീറി മുറിച്ചുകൊണ്ട് പോകുന്നത് ബ്രഹ്മപുത്ര നദിയാണ്. കാമേങ്, സുബാങ്സിരി, ദിഹാങ്, ദിബാങ്, ലൂഹിത് എന്നിവയാണ് അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന നദികൾ. ഇവരൊക്കെ ആരെന്നെയാണ്? ബ്രഹ്മപുത്ര നദിയുടെ ആൾക്കാരല്ലേ. ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് കാമേങ്, സുബാൻസിരി, ദിഹാങ്, ദിബാങ് ഒക്കെ. അപ്പം അതൊക്കെ എന്താണ്? അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള നദികളാണ്. ഇവ ഉയർന്ന ജലപതന തോതുള്ള വറ്റാത്ത നദികളാണ്. അതിനാൽ ഇവ ഉയർന്ന ജലവൈദ്യുതി ഊർജ്ജശേഷിയുള്ളവയാണ്. ഓക്കെ, ജലവൈദ്യുതി ഊർജ്ജശേഷിയുള്ളവയാണ്. അരുണാചൽ ഹിമാലയ പ്രദേശത്ത് ധാരാളം തനത് ഗോത്ര സമൂഹങ്ങൾ അധിവസിക്കുന്നുണ്ട്. മോൻപ, ദഫ്ല, അബോർ, മിഷ്മി, നിഷി, നാഗന്മാർ, ഇങ്ങനെ പ്രധാനപ്പെട്ടുള്ള കുറേ ഗോത്രവർഗ്ഗങ്ങളെ നമുക്ക് എവിടെ കാണാൻ വേണ്ടി പറ്റും? അരുണാചൽ ഹിമാലയത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് മിക്ക ഗോത്ര സമൂഹങ്ങളും ജുമ്മിങ് കൃഷി പിന്തുടരുന്നവരാണ്. ഓക്കെ, ജുമ്മിങ് കൃഷി കാണപ്പെടുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ്. ഇത് സ്ഥാനാന്തര കൃഷി അഥവാ വെട്ടിച്ചുട്ട് കൃഷിയുടെ ഒരു വകഭേദമാണ് എന്നുകൂടി ഓർത്തിരിക്കുക. കുറേ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് ജുമ്മിങ് കൃഷിനെ കുറിച്ചിട്ട്. അപ്പോൾ അതെവിടെയാണ് ഇപ്പോൾ ഉള്ളത്? അരുണാചൽ ഹിമാലയത്തിലാണ് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ് വണ്ണാണ് കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും. ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗമായ ഇവയുടെ പൊതുവായ ക്രമീകരണം വടക്ക് നിന്നും തെക്ക് ദിശയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ക്രമീകരണം എങ്ങനെയാണ് പോകുന്നത്? വടക്ക് നിന്നും തെക്കോട്ടാണ്. ഈ കുന്നുകൾ വിവിധ പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വടക്കൻ കുന്നുകളും പർവ്വതങ്ങളും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. വടക്ക് പട്കായ്ബും എന്നറിയപ്പെടുന്നു. നാഗാ കുന്നുകളെന്നും മണിപ്പൂർ കുന്നുകളെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വടക്ക് എന്തൊക്കെ പേരിലാണ്? പട്കായ്ബും, നാഗാ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ഇനി തെക്ക് എത്തുകയാണെങ്കിൽ അതിന് നമ്മൾ മീസോ അല്ലെങ്കിൽ ലൂഷായ് കുന്നുകൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി ജുമ്മിങ് കൃഷി ചെയ്ത് വരുന്ന ധാരാളം ഗോത്ര വിഭാഗക്കാർ അധിവസിക്കുന്ന ചെറുകുന്നുകളാണ് ഇതൊക്കെ. മിക്ക മലനിരകളെയും അനേകം ചെറുനദികൾ വേർതിരിക്കുന്നുണ്ട്. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ബരക്ക് നദി. ഓക്കെ, ബരക്ക് നദി എവിടെയാണ്? മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ടിട്ടുള്ള നദിയാണ്. എല്ലാ വശങ്ങളും മലകളാൽ ചുറ്റപ്പെട്ട വിശാലമായിട്ടുള്ള ലോക്ടക് തടാകം മണിപ്പൂരിൻ്റെ ഭൂപ്രകൃതിയെ വ്യത്യസ്തമാക്കുന്നു. അപ്പോൾ ലോക്ടക് തടാകമൊക്കെ എവിടെയാണ്? കിഴക്കൻ കുന്നുകളിൽ പെടുന്നതാണ്. മൊളാസിസ് തടം എന്നറിയപ്പെടുന്ന മിസോറാം മൃദുവായതും ദൃഢീകരിക്കാത്തതുമായിട്ടുള്ള നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടിട്ടുള്ളതാണ്. നാഗാലാൻഡിലെ മിക്ക നദികളും ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ഓക്കെ, നാഗാലാൻഡിലെ മിക്ക നദികളും എന്താണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. എന്നാൽ മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മേഘ്നയുടെ പോഷക നദികളായിട്ടുള്ള ബരക്ക് നദിയുടെ പോഷക നദികളാണ്. അപ്പോൾ എവിടത്തെയാണ്? മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ. അത് രണ്ടും എന്താണ്? മേഘ്നയുടെ പോഷക നദിയായിട്ടുള്ള ബരക്ക് നദിയുടെ പോഷക നദികളാണ്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള നദികൾ മ്യാൻമറിലെ ഐരാവതി നദിയുടെ പോഷക നദിയായിട്ടുള്ള ചിന്തുവിൻ നദിയുടെ പോഷക നദിയാണ്. കിഴക്കൻ കുന്നുകളും പർവ്വതങ്ങളും വടക്ക് നിന്നും തെക്കോട്ട് എന്ന രീതിയിലാണ് അത് പോകുന്നത്. വടക്ക് ഭാഗത്ത് അതിനെ പട്കായ്ബും എന്നും അതുപോലെ തന്നെ നാഗാ കുന്നുകളെന്നും മണിപ്പൂർ കുന്നുകളെന്നും തെക്കോട്ടാണെങ്കിൽ അതിനെ നമ്മൾ ലൂഷായ് കുന്നുകൾ, ഓക്കെ, ലൂഷായ് കുന്നുകൾ എന്ന് വിളിക്കുന്നുണ്ട്. ജുമ്മിങ് കൃഷി ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മണിപ്പൂരിലെയും അതുപോലെ തന്നെ മിസോറാമിലെയും മെയിൻ ആയിട്ടുള്ള ഒരു നദിയാണ് ബരക്ക് നദി എന്ന് പറഞ്ഞു. മിസോറാമിലെയും മണിപ്പൂരിലെയും 2 നദികൾ മേഘ്നയുടെ പോഷക നദിയായിട്ടുള്ള ഈ ഒരു ബരക്ക് നദിയുടെ പോഷക നദികളാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് മണിപ്പൂരിൽ ഒരു നദിയുടെ കാര്യം കൂടി പറയുന്നുണ്ട്. മണിപ്പൂരിൻ്റെ കിഴക്കൻ ഭാഗത്തേക്കുള്ള നദികൾ മ്യാൻമറിൻ്റെ ഐരാവതി നദിയുടെ പോഷക നദിയായിട്ടുള്ള ചിന്തുവിൻ നദിയുടെ
നദിയുടെയും കൂടി പോഷക നദികളാണ് എന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് വടക്കൻ സമതലങ്ങൾ. ഓക്കെ, വടക്കൻ സമതലത്തിൽ എന്തായിരിക്കും? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നതാണ് വടക്കൻ സമതലങ്ങൾ. ഓക്കെ, എന്താണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ട് ഈ സമതലങ്ങൾ കിഴക്ക് നിന്നും പടിഞ്ഞാറ് വരെ ഏകദേശം 3200 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അപ്പം എത്ര വ്യാപിച്ചിരിക്കുന്നു? 3200 കിലോമീറ്റർ ആണ് വ്യാപിച്ചിരിക്കുന്നത്. സമതലത്തിൻ്റെ ശരാശരി വീതി എന്ന് പറയുന്നത് അത് 150 to 300 കിലോമീറ്റർ വരെയാണ്. നീളം 3200 കിലോമീറ്റർ വരെ, ശരാശരി വീതി 150 to 300 കിലോമീറ്റർ വരെ. എക്കൽ നിക്ഷേപത്തിൻ്റെ പരമാവധി കനം എന്ന് പറയുന്നത് അത് 1000 മുതൽ 2000 മീറ്റർ ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇതൊക്കെ നമ്മൾ കിലോമീറ്ററിൻ്റെ കഥയാണ് പറഞ്ഞത്, പക്ഷേ ഇതെന്താണ്? മീറ്റർ ആണ് കേട്ടോ. എക്കൽ നിക്ഷേപത്തിൻ്റെ പരമാവധി കനം എത്രയാണ്? 1000 മുതൽ 2000 മീറ്റർ വരെയാണ്. വടക്ക് നിന്നും തെക്കോട്ട് ഇവയെ ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെ 3 പ്രധാന മേഖലകളിലാക്കിയിട്ട് തിരിക്കാം. അപ്പോൾ വടക്കൻ സമതലങ്ങളെ നമുക്ക് എന്താക്കി തിരിക്കാം? 3ആയിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഒന്നാണ് ബാബർ, ടെറായി, എക്കൽ. ഓക്കെ, ബാബർ, ടെറായി, എക്കൽ, അങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. എക്കൽ സമതലത്തിലെ വീണ്ടും നമ്മൾ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. അതാണ് ഖാദറും അതുപോലെ തന്നെ ബങ്കറും. ഓക്കെ, ഖാദർ, ബങ്കർ, അങ്ങനെ 2ആയിട്ട് നമ്മൾ എക്കൽ സമതലങ്ങളെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്ത് നിന്നും 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയിലുള്ള ഒരു ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ബാബർ എന്ന് പറയുന്നത്. അപ്പം ബാബർ എന്താണ്? 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയിലുള്ള ഒരു ഇടുങ്ങിയ ഭൂവിഭാഗമാണ് ബാബർ. ഇതിൻ്റെ ഫലമായി പർവ്വത ഭാഗത്തു നിന്നും വരുന്ന നദികൾ ഭാരമേറിയ ഉരുളം കല്ലുകളും ഈ മേഖലയിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ബാബർ മേഖലയിലാണ് നമ്മൾക്ക് എന്ത് കാണപ്പെടുന്നത്? ഭാരമേറിയ ഉരുളം കല്ലുകളോ ഒക്കെ കാണപ്പെടുന്നത്. ആൻഡ് നദികൾ അപ്രത്യക്ഷമാകുന്നതും ഈ ഒരു ഭാഗത്താണ്. ബാബറിലാണ് നദികൾ അപ്രത്യക്ഷമാകുന്നത്. ബാബറിൻ്റെ തെക്കായിട്ട് ഏകദേശം 10 മുതൽ 20 കിലോമീറ്റർ വരെ വീതിയിലാണ് നമുക്ക് ടെറായി കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ബാബർ എത്രയായിരുന്നു? 8 to 10 ആണെങ്കിൽ ടെറായിലോട്ട് വരുമ്പോൾ അത് 10 to 20 കിലോമീറ്റർ വരെ വീതിയിലാണ് ടെറായി കാണപ്പെടുന്നത്. മിക്ക അരുവികളും നദികളും കൃത്യമായി അതിരിട്ട ചാലുകളില്ലാതെ പുനർജനിക്കുന്നതിനാൽ ഇവിടെ ടെറായി എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഇവിടെയാണ് ആ ഒരു കാണാതെ അപ്രത്യക്ഷമായതൊക്കെ തിരിച്ച് വീണ്ടും മുകളിലോട്ട് വരുന്നത് ഈ ഒരു ടെറായി മേഖലയിൽ വെച്ചിട്ടാണ്. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങൾ രൂപപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ പ്രദേശത്ത് സമ്പുഷ്ടമായിട്ടുള്ള സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗ്ഗങ്ങളും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ടെറായി മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശമാണ് ഏതെന്ന് പറയുന്നത്? ബങ്കർ, നമ്മളുടെ എക്കൽ സമതലങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം ടെറായി മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായിട്ടുള്ള എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് എക്കൽ സമതലങ്ങൾ. അതിനെ നമുക്ക് 2ആയിട്ട് പറയാം. ബങ്കർ എന്നും പറയാം, ഖാദർ എന്നും പറയാം. അപ്പോൾ പഴയ എക്കൽ നിക്ഷേപത്തിനെയാണ് നമ്മൾ ബങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, പഴയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ നമ്മൾ ഖാദർ എന്നും ആണ് പറയുന്നത്. ഓക്കെ, അത് തെരിഞ്ഞു പോകാതെ പഠിച്ചു കേട്ടോ. പഴയത് ബങ്കറാണ്, പുതിയത് ഖാദറാണ്. നീരൊഴുക്ക് ഭൂരൂപീകരണത്തിലെ പക്വതയാർന്ന ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള മണൽ വരമ്പ്, വക്രവലയം, ഓക്സ്ബോ തടാകം, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ തുടങ്ങിയവ ഈ സമതലങ്ങളുടെ സവിശേഷതയാണ്. ഓക്കെ, എന്തൊക്കെ കാണപ്പെടുന്നുണ്ട് ഇവിടെ? മണൽ വരമ്പുകളുണ്ട്, വക്രവലയങ്ങളുണ്ട്, ഓക്സ്ബോ തടാകങ്ങളുണ്ട്, പിണഞ്ഞൊഴുകുന്ന ചാലുകളും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവയിൽ നദീമുഖങ്ങളിൽ ലോകത്തിലെ തന്നെ വലിയ ഡെൽറ്റകൾ രൂപപ്പെടുന്നു. ഓക്കെ, ഡെൽറ്റകൾ രൂപപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രസിദ്ധമായിട്ടുള്ള സുന്ദർബൻ ഡെൽറ്റ സമുദ്രനിരപ്പിൽ നിന്ന് 50 മുതൽ 150 വരെ ഉയരമുള്ള ഏറെക്കുറെ നിരപ്പാർന്ന ഒരു സമതലമാണ്. അപ്പം ഇതിൻ്റെ സുന്ദർബൻ ഡെൽറ്റയുടെ ഉയരം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 50 to 150 മീറ്റേഴ്സ് വരെ ഉയരത്തിലാണ് നിരപ്പായ ഈ ഒരു സമതലം നമുക്ക് കാണാൻ പറ്റുന്നത്. ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങൾ സിന്ധു, ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായിട്ട് നിലകൊള്ളുന്നു. അപ്പം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഹരിയാന, ഡൽഹി സംസ്ഥാനങ്ങൾ സിന്ധു, ഗംഗ നദീവ്യൂഹങ്ങൾക്കിടയിൽ ഒരു ജലവിഭാജകമായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അത് 2ാമത്തെ ഡിവിഷനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഉത്തരമഹാസമതലത്തിനെ കുറിച്ച് പറഞ്ഞു, പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, നദീസമതലങ്ങളിൽ നിന്നും 150 മുതൽ 600 to 900 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായിട്ടുള്ള ത്രികോണ ആകൃതിയിലുള്ള ഭൂവിഭാഗമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 150 to 600
900 ഓക്കെ 150 മുതൽ 600 to 900 മീറ്റർ വരെ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ത്രികോണ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഭൂവിഭാഗമാണ്. വടക്ക് പടിഞ്ഞാറ് ഡൽഹി മലനിര, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗിർ മലനിര, തെക്ക് ഏലമല കുന്നുകൾ എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? വടക്ക് പടിഞ്ഞാറ്. ഓക്കെ, വടക്ക് പടിഞ്ഞാറായിട്ട് എന്താണ് കാണപ്പെടുന്നത്? ഡൽഹി മല. ഓക്കെ, ഡൽഹി മല ആരവല്ലിയുടെ തുടർച്ച അവിടെ കാണപ്പെടുന്നുണ്ട്. ഇനി കിഴക്ക് ഭാഗത്തായിട്ട് രാജ്മഹൽ കുന്നുകൾ കാണപ്പെടുന്നു. പടിഞ്ഞാറ് ഗിർ മലനിരകളുണ്ട്. തെക്ക് ഏലമല. ഓക്കെ, ഏലമല കാടുകൾ ഒക്കെ കാണപ്പെടുന്നത് അത് എവിടെയാണ്? തെക്ക് ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിർത്തികൾ എന്ന് പറയുന്നത്. ഷില്ലോങ്, കർബി അർലോങ് പീഠഭൂമി എന്നിവയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു വടക്കൻ കിഴക്കൻ തുടർച്ചയായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ഷില്ലോങ്ങും കർബി അർലോങ് പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് കിഴക്കൻ തുടർച്ചയാണ്. ഹസാരിബാഗ് പീഠഭൂമി, പലാമു പീഠഭൂമി, റാഞ്ചി പീഠഭൂമി, മാൾവ പീഠഭൂമി, കോയമ്പത്തൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി എന്നിങ്ങനെ തട്ടുതട്ടായുള്ള പീഠഭൂമികളുടെ നിരകൾ അടങ്ങിയതാണ് ഇന്ത്യൻ ഉപദ്വീപ്. അപ്പം ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഹസാരിബാഗ്, പലാമു, റാഞ്ചി, മാൾവ, കോയമ്പത്തൂർ, കർണാടക. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായി ആയിട്ടുള്ളതുമായിട്ടുള്ള ഭൂവിഭാഗമാണ്. ഏത് ഭൂവിഭാഗം? ഉപദ്വീപീയ പീഠഭൂമി. പൊതുവെ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ പടിഞ്ഞാറ് കിഴക്കോട്ട് വരുമ്പോഴത്തേക്ക് എന്താവും? അതിന്റെ ഉയരം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്ത് കാണപ്പെടുന്ന ചില പ്രധാന ഭൂരൂപങ്ങളാണ് ടോറുകൾ, അതുപോലെ തന്നെ ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശതാഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ. ഓക്കെ, അപ്പം ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മെയിൻ ഭൂപ്രകൃതി ഭാഗങ്ങൾ അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ടോറുകൾ, ഖണ്ഡപർവ്വതങ്ങൾ, ഭ്രംശതാഴ്വരകൾ, ചെങ്കുത്ത് പ്രദേശങ്ങൾ, നിരയായ മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ. പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ധാരാളം നമുക്ക് കറുത്ത മണ്ണും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏത് ഭാഗത്തായിട്ടാണ് കറുത്ത മണ്ണ് കാണപ്പെടുന്നത്? അത് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. ഓക്കെ, പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നമ്മളുടെ കറുത്ത മണ്ണിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്. പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിഷ്ഫല ഭൂമിയും ഗിരികന്ധരങ്ങളും അടങ്ങുന്ന സങ്കീർണമായ ഭൂപ്രകൃതിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് എന്ത് കാണപ്പെടുന്നുണ്ട്? നിഷ്ഫല ഭൂമിയും അതുപോലെ തന്നെ ഗിരികന്ധരങ്ങൾ അടങ്ങുന്ന സങ്കീർണമായിട്ടുള്ള ഭൂപ്രകൃതിയും കാണപ്പെടുന്നുണ്ട്. ചമ്പൽ, ഹിന്ദ്, മൊറീന നദികളുടെ നിഷ്ഫല ഭൂമികൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ചമ്പൽ, ഹിന്ദ്, മൊറീന നദികളുടെ നിഷ്ഫല ഭൂമികളൊക്കെ എന്തിൽ പെടുന്നതാണ്? ഈ ഒരു പീഠഭൂമിയിൽ പെടുന്നതാണ്. ഭൂപ്രകൃതി വൈവിധ്യങ്ങളെ അടിസ്ഥാനമാക്കി ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് എന്താക്കാം? 3ആയിട്ട് തരംതിരിക്കാം. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിനെ നമ്മൾ എന്താക്കാണ്? 3ആയിട്ട് തരംതിരിക്കുകയാണ്. ഡെക്കാൻ പീഠഭൂമി, മധ്യ ഉന്നത തടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡെക്കാൻ പീഠഭൂമി. പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും വടക്ക് സത്പുര മൈക്കല നിരകളും മഹാദിയോ കുന്നുകളും ഡെക്കാൻ പീഠഭൂമിക്ക് അതിരിടുന്നു. ഓക്കെ, എന്തൊക്കെയാണ്? പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം, വടക്ക് സത്പുര മൈക്കല നിരകളും മഹാദിയോ കുന്നുകളുമാണ് ഇതിനെ അതിരിടുന്നത്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന പേരിലും കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി കുന്നുകൾ എന്ന പേരിലും കേരളത്തിലെ ആനമല കുന്നുകൾ, ഏലമല കുന്നുകൾ എന്നിങ്ങനെ പശ്ചിമഘട്ട നിരകൾ പല പേരിലും അറിയപ്പെടുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിനെ കുറിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് കുറച്ച് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പശ്ചിമഘട്ടത്തിന് പല സ്ഥലങ്ങളിൽ പല പേരുകളാണ്. മഹാരാഷ്ട്രയിൽ അതിനെ സഹ്യാദ്രി എന്നാണ് വിളിക്കുന്നത്. നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത് കർണാടകയിലും തമിഴ്നാട്ടിലുമാണ്. ഇനി കേരളത്തിലാണെങ്കിൽ അതിന് ആനമല കുന്നുകളെന്നും ഏലമല കുന്നുകളെന്നാണ് പറയുന്നത്. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തേക്കാൾ താരതമ്യേന ഉയരക്കൂടുതലുള്ളതും തുടർച്ചയുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ പൂർവ്വഘട്ടത്തിനെക്കാട്ടും പശ്ചിമഘട്ടം എന്താണ്? കുറച്ചും കൂടി ഉയരമുള്ളതും തുടർച്ചയുള്ളതുമാണ്. വടക്ക് നിന്നും തെക്കോട്ട് ഉയരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഉയരം വർദ്ധിച്ചു വരുന്നു. ഈ നിരകളുടെ ശരാശരി ഉയരം എന്ന് പറയുന്നത് അത് 150 മീറ്ററാണ്. അപ്പോൾ ശരാശരി ഉയരം എത്രയാണ്? 150 മീറ്ററാണ്. ആനമല കുന്നുകളിലെ ആനമുടി. ഓക്കെ, ആനമുടിയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി എന്ന് പറയുന്നത്. അതിൻ്റെ മെഷറും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2695 മീറ്ററാണ് ആനമുടിയുടെ നീളം എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് പ്ലേസിൽ വരുന്നതാണ് ദോഡാബെട്ട. ഓക്കെ, ദോഡാബെട്ടയുടെ ഉയരം എന്ന് പറയുന്നത് 2637 മീറ്ററാണ്. ഓക്കെ, നീലഗിരി കുന്നുകളിലാണ് ദോഡാബേട്ട കാണപ്പെടുന്നത്. ആനമല കുന്നുകളിലാണ് ആനമുടി കാണപ്പെടുന്നത്. മിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. നമുക്കറിയാലോ, ഉപദ്വീപീയ നദികൾ അധികണ്ണത്തിൻ്റെയും ഉത്ഭവം എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളാൽ വലിയ തോതിൽ അപരദനത്തിന് വിധേയമായി തുടർച്ച നഷ്ടപ്പെട്ട ഉയരം കുറഞ്ഞ കുന്നുകളെയാണ് ഏതെന്ന് പറയുന്നത്? പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ പശ്ചിമഘട്ടത്തിനെ പറഞ്ഞു. അപ്പോൾ പൂർവ്വഘട്ടം എന്താണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി നദികളാൽ വലിയ തോതിൽ അപരദനത്തിന് വിധേയമായിട്ട് ഉയരം നഷ്ടപ്പെട്ട
ഉയർത്തപ്പെട്ട അല്ലെങ്കിൽ ഉയരം കുറഞ്ഞ കുന്നുകളാണ് പൂർവ്വഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന മലനിരകളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? ജാവടിക്കുന്നുകൾ, പൽക്കൊണ്ടനിര, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയവയാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എവിടെ വെച്ച് സന്ധിക്കുന്നു? അത് നീലഗിരി വെച്ചിട്ടാണ്. ഓക്കെ, അത് പല പ്രാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. എവിടെ വെച്ചിട്ടാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സന്ധിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? അത് നീലഗിരി കുന്നുകളിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഡിവിഷൻ നമ്മൾ പറഞ്ഞു ഡെക്കാൻ പീഠഭൂമിയാണ്. നെക്സ്റ്റത്തതാണ് മധ്യ ഉന്നത തടം. ഓക്കെ, മധ്യ ഉന്നത തടം എന്താണ്? പടിഞ്ഞാറ് ആരവല്ലി പർവ്വതം അതിർത്തിയായിട്ടുള്ള ഭൂവിഭാഗത്തിനാണ് നമ്മൾ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 600 മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ള നിരയായ ചെങ്കുത്തായ ചെരുവോടുകൂടിയ പീഠഭൂമികളാൽ രൂപം കൊണ്ട സത്പുര പർവ്വതനിരയാണ് മധ്യ ഉന്നത തടത്തിൻ്റെ തെക്കേ അതിർത്തി. ഓക്കെ, മധ്യ ഉന്നതതടത്തിന്റെ തെക്കേ അതിർത്തി ഏതാണ്? അത് സത്പുര പർവ്വതനിരയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിർത്തിയാണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു സത്പുര പർവ്വതനിര. അപ്പോൾ ഓർത്തിരിക്കുക, എന്താ പറയുക, തെറ്റിപ്പോകരുത്. സത്പുര പർവ്വതനിര എന്ന് പറയുന്നത് മധ്യ ഉന്നതതടത്തിന്റെ തെക്കേ അതിർത്തിയും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിർത്തിയുമാണ്. ഇത് നീളമേറിയ മൺകൂനകളും ബർക്കനുകളും എന്നറിയപ്പെടുന്ന ചന്ദ്രക്കല്ലുകൾ ആകൃതിയിലുള്ള മണൽക്കൂനകളും നിറഞ്ഞ പ്രദേശം. അപ്പോൾ മധ്യ ഉന്നതതടത്തിൽ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? മണൽക്കൂനകളാണ് മെയിൻ. മണൽക്കൂനകളും ബർക്കൻസ് എന്നറിയപ്പെടുന്ന ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള മണൽക്കൂനകളൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് കാണപ്പെടാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലകളുടെ സാന്നിധ്യവും ഈ ഒരു പ്രദേശത്തുണ്ട്. മധ്യ ഉന്നത തലത്തിലെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 മുതൽ 1000 മീറ്റർ ഇടയിലാണ്. ഓക്കെ, മധ്യോന്നതതടത്തിൻ്റെ ശരാശരി ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 to 1000 മീറ്ററിനിടയിലാണ്. ചെരിവ് പൊതുവെ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കായിരിക്കും. ഓക്കെ, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് ഇതിൻ്റെ ചെരിവ്. യമുന നദിയുടെ പോഷക നദികളിൽ കൂടുതലും വിന്ധ്യ പർവ്വതനിരയിൽ നിന്നും കൈമൂർ പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്നവയാണ്. ചമ്പൽ നദിയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള ബനാസ് ആരവല്ലി പർവ്വതത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുക. അപ്പോൾ ആരവല്ലി പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഏതെന്ന് പറയുന്നത്? ബനാസ് കേട്ടോ, ബനാസ് എന്ന് പറയുന്നത്. മധ്യ ഉന്നതതടത്തിൻ്റെ കിഴക്കൻ തുടർച്ചയാണ് രാജ്മഹൽ കുന്നുകൾ. ആ ഒരു പോയിന്റ് കൂടി ഇവിടെ ഓർത്തിരിക്കുക. മധ്യ ഉന്നതതടത്തിൻ്റെ കിഴക്കൻ തുടർച്ച ഏതാണ്? അതാണ് രാജ്മഹൽ കുന്നുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് വടക്കിഴക്കൻ കുന്നുകൾ. വടക്കിഴക്കൻ പീഠഭൂമി. വടക്കിഴക്കൻ പീഠഭൂമി എന്താണ്? ഇത് പ്രധാന ഉപദ്വീപീയ പീഠഭൂമികളുടെ ഒരു തുടർച്ചയാണ്. ഹിമാലയ പർവ്വത രൂപീകരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കൻ ദിശയിലേക്കുള്ള ചലനത്തിൻ്റെ ഭാഗമായിട്ട് ചെലുത്തപ്പെട്ട ബലം മൂലം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ വിശാലമായിട്ടുള്ള ഒരു ഭ്രംശമേഖല രൂപപ്പെട്ടു. പിന്നീട് ഈ അഗാധ മേഖല അനേകം നദികളുടെ നിക്ഷേപണ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നിറയ്ക്കപ്പെടുകയും ചെയ്തു. മേഘാലയ പീഠഭൂമിയും കർബി അർലോങ് പീഠഭൂമിയും ഇന്ന് പ്രധാന ഉപദ്വീപീയ ഖണ്ഡത്തിൽ നിന്നും വേർപെട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം രാജ്മഹൽ കുന്നുകൾക്കും മേഘാലയ പീഠഭൂമിക്കും ഇടയിൽ വിശാലമായിട്ടൊരു ഭ്രംശമേഖല പോലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രാദേശിക ഗോത്രവർഗ്ഗങ്ങളുടെ പേരുകൾ അടിസ്ഥാനമാക്കി ഗാരോ കുന്നുകൾ, ഖാസി കുന്നുകൾ, ജയന്ത്യ കുന്നുകൾ ഇതെല്ലാം വടക്ക് കിഴക്കൻ പീഠഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു 3 കുന്നുകൾ എന്ന് പറയുന്നത് നമ്മളുടെ മേഘാലയ പീഠഭൂമിയുടെ 3 ഉപവിഭാഗങ്ങളാണ്. അതുകൂടി ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ മേഘാലയ പീഠഭൂമിയുടെ 3 ഉപവിഭാഗങ്ങളാണ് ഗാരോ, ഖാസി, ജയന്ത്യ കുന്നുകൾ. അസമിലെ കർബി അർലോങ് കുന്നുകളിലും അതിൻ്റെ തുടർച്ച കാണപ്പെടുന്നതിനാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ പോലെ തന്നെ മേഘാലയ പീഠഭൂമിക്കും കൽക്കരി, ഇരുമ്പയിര്, ഇൽമനൈറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അപ്പം മേഘാലയ പീഠഭൂമിയിലും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? കൽക്കരിയും, ഇരുമ്പയിരും, ഇൽമനൈറ്റും, ചുണ്ണാമ്പുകല്ലും, യുറേനിയവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നും വലിയ അളവിൽ മഴ ലഭിക്കുന്നതിനാൽ മേഘാലയ പീഠഭൂമിയിൽ അപരദന ഭൂപ്രകൃതിയാണ് കാണപ്പെടുന്നത്. അപ്പം ആ മേഘാലയ പീഠഭൂമിയിൽ എന്ത് കാണപ്പെടുന്നു? അപരദന ഭൂപ്രകൃതി കാണപ്പെടുന്നു. ചിറാപുഞ്ചിയിൽ സസ്യാവരണങ്ങളൊന്നും ഇല്ലാത്ത അനാവൃതമായ പാറകളാണ് കാണപ്പെടുന്നത്. ഓക്കെ, അത്ര കാര്യങ്ങളാണ് മേഘാലയ പീഠഭൂമിനെ കുറിച്ചിട്ട് ഇവിടെ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 3 ഉപവിഭാഗങ്ങളാണുള്ളത്. ഗാരോ, ഖാസി, ജയന്ത്യ കുന്നുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. മേഘാലയ പീഠഭൂമിയിൽ നമുക്ക് കൽക്കരി, ഇരുമ്പയിര് പോലുള്ള ധാതു നിക്ഷേപങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അതൊരു അപരദന ഭൂപ്രകൃതിയാണ്. നെക്സ്റ്റ് ആണ് ഇന്ത്യൻ മരുഭൂമി. ആരവല്ലി കുന്നുകൾക്കും വടക്കു പടിഞ്ഞാറാണ് ഇന്ത്യൻ മരുഭൂമിയുടെ സ്ഥാനം. ഓക്കെ, വടക്കു പടിഞ്ഞാറായിട്ടാണ് കാണപ്പെടുന്നത്. നീളമേറിയ മണൽക്കൂനകളും ബർക്കൻസും എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റും. ഈ പ്രദേശങ്ങളിൽ വർഷത്തിൽ 150 മില്ലിമീറ്റർ, ഓക്കെ 150 mm മഴ മാത്രമേ ഇവിടെ ലഭിക്കുന്നുള്ളൂ. വരണ്ട കാലാവസ്ഥ നമുക്കറിയാം. മരുഭൂമി ആകുമ്പോൾ എന്തായിരിക്കും? വരണ്ട കാലാവസ്ഥയായിരിക്കും, മഴയൊക്കെ കുറവായിരിക്കും. മരുഭൂമി ഭൂരൂപങ്ങളായിട്ടുള്ള കൂൺശിലകൾ, അസ്ഥിര മണൽ രൂപങ്ങൾ, മരുപ്പച്ചകൾ ഒക്കെ ഈ ഒരു പ്രദേശത്ത് വ്യാപകമായിട്ട് കാണപ്പെടുന്നുണ്ട്.
പ്രദേശത്തിൻ്റെ കിടപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മരുഭൂമിയെ നമുക്ക് എന്താക്കാം, രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, മരുഭൂമിയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. സിന്ധ് പ്രദേശത്തേക്ക് ചെരിവുള്ള വടക്ക് ഭാഗം, ഓക്കെ, സിന്ധ് പ്രദേശത്തേക്ക് ചെരിവുള്ള വടക്ക് ഭാഗവും റാൻ ഓഫ് കച്ചിലേക്ക് ചെരിവുള്ള തെക്കൻ ഭാഗവും, രണ്ട് ഭാഗങ്ങളാണുള്ളത്. എന്താണ്, വടക്ക് ഭാഗം എങ്ങോട്ട് ചെരിവുള്ളതാണ്, സിന്ധ് പ്രദേശത്തേക്ക് ചെരിവുള്ള വടക്ക് ഭാഗം, റാൻ ഓഫ് കച്ചിലേക്ക് ചെരിവുള്ള തെക്കൻ ഭാഗം. ഈ പ്രദേശങ്ങളിലെ മിക്ക നദികളും മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്നവയാണ്. മരുഭൂമിയുടെ തെക്ക് ഭാഗത്ത് കൂടി ഒഴുകുന്ന ലൂണിയാണ് പ്രധാന നദി. മരുഭൂമിയിലൂടെ ഒഴുകുന്ന മെയിനായിട്ടുള്ള നദി ഏതാണ്, അത് ലൂണി നദിയാണ്. കുറഞ്ഞ മഴയും ഉയർന്ന ബാഷ്പീകരണവുമാണ് ഈ പ്രദേശത്തെ ജലദൗർലഭ്യതയ്ക്ക് കാരണമായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് തീരസമതലങ്ങൾ. ഇന്ത്യക്ക് ദൈർഘ്യമേറിയ തീരപ്രദേശമാണ് ഉള്ളത് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ആൻഡ് സ്ഥാനത്തിൻ്റെയും സജീവമായിട്ടുള്ള ഭൂരൂപീകരണ പ്രക്രിയയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് ഈ ഒരു തീരസമതലങ്ങളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പശ്ചിമ തീരസമതലങ്ങളും അതുപോലെ തന്നെ പൂർവ്വ തീരസമതലങ്ങളും. അപ്പം എന്താണ് പശ്ചിമ തീരസമതലങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമ തീരസമതലം. ഓക്കെ, ആ പശ്ചിമ തീരസമതലം എന്താണ്, താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിരുന്നതും പശ്ചിമ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നതുമായിട്ടുള്ള ദ്വാരകാപട്ടണം കടലിൽ താഴ്ന്നുപോയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രദേശത്ത് ഈ താഴ്ന്നു പോകൽ പ്രക്രിയയുടെ ഫലമായിട്ട് ഇവിടെ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും വികസിപ്പിച്ചു. അപ്പോൾ പ്രകൃതിദത്ത തുറമുഖങ്ങളും ഹാർബറുകളും കാണപ്പെടുന്നത് അത് പശ്ചിമ തീര സമതലത്തിലാണ്. കാണ്ട്ല, മസുഗോൺ, ജവഹർലാൽ നെഹ്റു തുറമുഖം, നവശേവ, മർമഗോവ, ബംഗളൂരു, കൊച്ചി തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്, അത് ഈ ഒരു പശ്ചിമ തീര സമതലത്തിലാണ്. അതായത് മെയിനായിട്ടുള്ള എല്ലാ തുറമുഖങ്ങളും എവിടെയാണ് വരുന്നത്, ഒരു പശ്ചിമ തീര സമതലത്തിലാണ് വരുന്നത്. വടക്ക് ഗുജറാത്ത് തീരം മുതൽ തെക്ക് കേരള തീരം വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമ തീരം താഴെ പറയുന്നത് ഉപവിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എവിടെ മുതൽ എവിടെ വരെയാണ് പശ്ചിമ തീരം വരുന്നത്, വടക്ക്. ഓക്കെ, വടക്ക് ഗുജറാത്ത് മുതൽ തെക്ക് എവിടെ വരെയാണ്, കേരളം വരെ അല്ലേ, കേരള തീരം വരെയാണ് എന്ത് വ്യാപിച്ചിരിക്കുന്നത്, ഈ ഒരു പശ്ചിമ തീരം വ്യാപിച്ചിരിക്കുന്നത്. അതിനെ തന്നെ നമുക്ക് ഉപവിഭാഗങ്ങളായിട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗുജറാത്തിലെ കച്ച് കത്തിയവാർ തീരം, മഹാരാഷ്ട്രയിലാണെങ്കിൽ കൊങ്കൺ തീരം, കർണാടകയിലെ ഗോവ തീരം, കേരളത്തിലെ മലബാർ തീരം. ഓക്കെ, ഏതൊക്കെയാണ്, കച്ച് കത്തിയവാർ, കൊങ്കൺ തീരം, ഗോവ തീരം, മലബാർ തീരം. പശ്ചിമ തീര സമതലങ്ങളുടെ മധ്യഭാഗം താരതമ്യേന ഇടുങ്ങിയതും തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതി ഏറി വരുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, ഇവിടെയൊക്കെ കുറച്ച് വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താഴോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് എന്താവും, നടുഭാഗത്ത് കുറച്ച് വീതി കുറവായിരിക്കും, ഇടുങ്ങിയതായിരിക്കും, തെക്കും വടക്കും ഭാഗങ്ങൾ വിസ്തൃതിയേറിയതുമായിരിക്കും. ഈ തീരസമതലത്തിലൂടെ ഒഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നില്ല, ഡെൽറ്റ സൃഷ്ടിക്കുന്നില്ല. ഓർത്തിരിക്കാട്ടോ, ഡെൽറ്റ സൃഷ്ടിക്കാത്തവയാണ് ഇത്. ഓക്കെ, അടുത്തത് കിഴക്കൻ തീരസമതലങ്ങളാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കൂടിയതാണ്. ഓക്കെ, വീതി അവിടെ എന്താണ്, കൂടുതലാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണം നേരത്തെ എന്തായിരുന്നു, താഴ്ത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമായിരുന്നു നമ്മളുടെ മറ്റേ സമതലങ്ങൾ, പശ്ചിമ തീര സമതലങ്ങൾ എന്ന് പറയുന്നത്. കിഴക്കൻ സമതലങ്ങളാകുമ്പോൾ എന്താണ്, അത് ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായിട്ടുള്ള ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരിയാണ് മെയിനായിട്ടും ഡെൽറ്റകളൊക്കെ അവിടെ സൃഷ്ടിക്കുന്നത്. ഉയർത്തപ്പെട്ട തീരങ്ങളായതിനാൽ ഇവിടെ തുറമുഖങ്ങളും ഹാർബറുകളും കുറവാണ്. ഓക്കെ, മെയിൻ തുറമുഖങ്ങളൊക്കെ തന്നെ എവിടെയാണ്, അത് പശ്ചിമ തീര സമതലത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ തീര സമതലങ്ങൾ നമ്മൾ പറഞ്ഞു. ലാസ്റ്റത്തതാണ് ദ്വീപുകൾ. ഇന്ത്യയിൽ രണ്ട് പ്രധാന ദ്വീപ് സമൂഹങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ആണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതും രണ്ടാമത്തതാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ദ്വീപ് സമൂഹത്തിൽ 572 ദ്വീപുകൾ അല്ലെങ്കിൽ ചെറുദ്വീപുകൾ, മെയിനായിട്ടും ഈ ബംഗാൾ ഉൾക്കടൽ ദ്വീപ് സമൂഹം എന്ന് പറഞ്ഞാൽ ആൻഡമാൻ നിക്കോബാർസിനെയാണ്. ഓക്കെ, അതിൽ ടോട്ടൽ എത്രയുണ്ട്, 572 ദ്വീപുകളാണ് കാണപ്പെടുന്നത്. ഇവ ഏതാണ്ട് 6 ഡിഗ്രി വടക്ക് മുതൽ 16 ഡിഗ്രി വടക്ക് അക്ഷാംശങ്ങളിലും 92 കിഴക്ക് മുതൽ 94 കിഴക്ക് വരെ രേഖാംശങ്ങൾക്കിടയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് ചോദിക്കുമോ എന്നുള്ളത് അറിയില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ആ ഒരു ഭാഗം പഠിച്ചു വെച്ചാൽ മതി. രണ്ട് പ്രധാന ചെറുദ്വീപ് സമൂഹങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. റിച്ചീസ് ദ്വീപ് സമൂഹവും അതുപോലെ തന്നെ ലാബ്രിന്ത് ദ്വീപ് സമൂഹവും. എന്തൊക്കെയാണ് പേരുകൾ, എന്തൊക്കെയാണ്, റിച്ചീസ്. ഓക്കെ, റിച്ചീസും അതുപോലെ തന്നെ ലാബ്രിന്തും. ഓക്കെ, ലാബ്രിന്ത് ദ്വീപ് സമൂഹവും എവിടെ കാണുന്നുണ്ട്, ഈ ഒരു നമ്മളുടെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. ദ്വീപ് സമൂഹത്തെ മൊത്തമായി വടക്ക് ആൻഡമാൻ ദ്വീപുകളെന്നും തെക്ക് നിക്കോബാർ ദ്വീപുകളെന്നും രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. അപ്പോൾ ദ്വീപ് സമൂഹത്തെ മൊത്തമായിട്ട് രണ്ടായി തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, വടക്ക് ആൻഡമാൻ തീരങ്ങളെന്നും അതുപോലെ തന്നെ തെക്ക് നിക്കോബാർ ദ്വീപുകളെന്നുമാണ് തിരിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ആൻഡമാൻ ദ്വീപുകളെയും നിക്കോബാർ ദ്വീപുകളെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ആണ് 10 ഡിഗ്രി ചാനൽ. നമ്മൾ 10 ഡിഗ്രി ചാനൽ, 8 ഡിഗ്രി ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പഠിച്ചിട്ടില്ല. അപ്പോൾ 10 ഡിഗ്രി ചാനലാണ് ആൻഡമാനിനെ നിക്കോബാറിൽ നിന്നും വേർതിരിക്കുന്നത്. ഈ ദ്വീപുകൾ സമുദ്രാന്തർ പർവ്വതങ്ങളുടെ ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു
എന്നാൽ ചില ചെറുദ്വീപുകൾ അഗ്നിപർവ്വതജന്യമാണ്. ആൻഡ് ഉദാഹരണമാണ് നമ്മുടെ ബാരൻ ദ്വീപ്. നിക്കോബാർ ദ്വീപിൽ കാണപ്പെടുന്ന ബാരൻ ദ്വീപാണ് നമ്മളുടെ ഒരേ ഒരു അഗ്നിപർവ്വതം, സജീവ അഗ്നിപർവ്വതം എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ചില പ്രധാന പർവ്വത കൊടുമുടികളാണ് സാഡിൽ കൊടുമുടി. സാഡിൽ കൊടുമുടി, മൗണ്ട് ഡയാവോളോ, മൗണ്ട് കൊയോബ്, മൗണ്ട് തുയിലർ. 4 പേരുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രധാന കൊടുമുടികൾ ഏതൊക്കെയാണ്? സാഡിൽ കൊടുമുടി, മൗണ്ട് ഡയാവോളോ, മൗണ്ട് കൊയോബ, മൗണ്ട് തുയിലർ കേട്ടോ. തീരപ്രദേശങ്ങളും പവിഴപ്പുറ്റുകളും മനോഹരമായിട്ടുള്ള കടൽപ്പുറങ്ങളും ഉൾപ്പെടുന്നതാണ് നമ്മളുടെ അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത്. അറബിക്കടലിൻ്റെ ആ ഭാഗത്തുള്ള ദ്വീപുകൾ, ആ ഒരു ദ്വീപ് സമൂഹത്തിൽ എന്താണ് തീരപ്രദേശങ്ങളും പവിഴപ്പുറ്റുകളും മനോഹരമായിട്ടുള്ള കടൽപ്പുറങ്ങളുമാണ് കാണപ്പെടുന്നത്. ലക്ഷദ്വീപും മിനിക്കോയുമാണ് അറബിക്കടൽ ദ്വീപുകളിൽ ഉൾപ്പെടുന്നത്. അപ്പം ആരൊക്കെ വരുന്നുണ്ട്? ലക്ഷദ്വീപും മിനിക്കോയും. ഇവ 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വടക്ക് അക്ഷാംശത്തിലും 71 മുതൽ 74 കിഴക്ക് രേഖാംശത്തിലുമാണ് ചിതറിക്കിടക്കുന്നത്. ഇവ കേരള തീരത്ത് നിന്നും 280 കിലോമീറ്റർ മുതൽ 480 കിലോമീറ്റർ വരെ മാറി ഉൾക്കടലിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു നമ്പർ ഓർത്തിരിക്കുക കേട്ടോ. എന്തായാലും 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി, കേരള തീരത്ത് നിന്ന് മാറിയാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം 36 ദ്വീപുകൾ ഉള്ളതിനാൽ 11 എണ്ണത്തിൽ മാത്രമേ ഇവിടെ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിലൊക്കെ 36 ദ്വീപുകൾ ഉണ്ടെങ്കിൽ 11 എണ്ണത്തിൽ മാത്രമേ അവിടെ ജനവാസമുള്ളൂ. 453 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായിട്ടുള്ള മിനിക്കോയാണ് ഏറ്റവും വലിയ ദ്വീപ്. ഏറ്റവും വലിയ ദ്വീപ് അവിടെ ഏതാണ്? മിനിക്കോയാണ്. ആൻഡ് ദ്വീപുകളെ 11 ഡിഗ്രി ചാനലാണ് വേർതിരിക്കുന്നത്. ഈ ദ്വീപുകളെയൊക്കെ മിനിക്കോയിനെ ബാക്കിയുള്ളതുമായിട്ട് വേർതിരിക്കുന്നത് ഏതാണ്? 11 ഡിഗ്രി ചാനലാണ്. ഇതിന് വടക്ക് ഉള്ളവ അമിനി ദ്വീപുകളെന്നും തെക്ക് കാണപ്പെടുന്നവ കാനന്നൂർ ദ്വീപുകൾ എന്നും അറിയപ്പെടുന്നു. ഓർത്തിരിക്കുക കേട്ടോ. എന്താണ് ഈ ഒരു 11 ഡിഗ്രി ചാനലിൻ്റെ വടക്ക് കാണപ്പെടുന്നതിന് അമിനി ദ്വീപുകളെന്നും തെക്ക് കാണപ്പെടുന്നതിന് നമ്മൾ കാനന്നൂർ ദ്വീപുകൾ എന്നുമാണ് പറയുന്നത്. ഈ ദ്വീപ് സമൂഹത്തിലുള്ള ദ്വീപുകളുടെ കിഴക്കൻ തീരങ്ങളിൽ ചരലുകളും മിനുസമുള്ള ചെറുകല്ലുകളും ഉരുണ്ട കല്ലുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. കാറ്റ് രൂപപ്പെടുത്തിയതുമായിട്ടുള്ള കടൽപ്പുറങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ listening and happy learning.